നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഓണസല്ലാപത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഓണവിശേഷങ്ങളുമായിട്ടുള്ളത് നിഷ സാരംഗാണ്. എനിക്ക് തോന്നുന്നു നിഷ സാരംഗ് എന്ന് പറയുന്നതിനേക്കാളും ഉപ്പുമുളകിലെ നീലോമ എന്ന് പറഞ്ഞാലാണ് നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടി നന്നായിട്ട് അറിയാൻ പറ്റുന്നത്. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഓക്കെ, ഒരു ഓണം കൂടി വന്നിരിക്കുകയാണ് അല്ലേ? ഒരോണം കൂടിയല്ല, എപ്പോഴും ഓണം അല്ലേ? ഇനി ഓണം വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ. അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഓക്കെ, അല്ല ചിങ്ങമാസത്തിൽ ഓണം വന്നെത്തിയിരിക്കുകയാണ്. അപ്പൊ കറക്റ്റ് ആയില്ലേ? എല്ലാ മാസവും ഉണ്ടല്ലേ ഓണം? അങ്ങനെയല്ല, ചിങ്ങമാസം കൺഫ്യൂഷൻ അല്ല, ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് മാത്രം. ഓക്കെ, ഇത്തവണ ഓണം എവിടെയാണ്? ഈ ലൊക്കേഷനിൽ തന്നെ ആയിരിക്കുമോ? ഇല്ലില്ല, വീട്ടിലാണ്. വീട്ടിലാണ് എല്ലാ തവണയും അങ്ങനെ തന്നെയാണോ? ഉപ്പുമുളക് തുടങ്ങിയ ശേഷം വീട്ടിൽ തന്നെയാണ്. കാരണം ഉപ്പുമുളകിന് എന്തായാലും ഓണത്തിന് ഇവിടെ ബ്രേക്ക് തരാറുണ്ട്, അവധി തരാറുണ്ട് അല്ലേ? ഈ സിനിമയൊക്കെ ചെയ്തിരുന്നപ്പോൾ ചിലപ്പോൾ അപൂർവമായി വല്ലപ്പോഴും ഒക്കെ ലൊക്കേഷനിലായിട്ടുണ്ടോ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് വീട്ടിൽ തന്നെയാണ്. ഓക്കെ, ഓണം പ്രോഗ്രാംസ് ഒന്നും ചേച്ചി എടുക്കാറില്ലേ? അങ്ങനെ പുറത്തോട്ടുള്ളതൊന്നും ഇല്ല, ഓണത്തിന് അങ്ങനെ പോക്കില്ല. കാരണം വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു ദിവസമല്ല, പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം. കാരണം സാധാരണ എല്ലാ ആർട്ടിസ്റ്റുകളും പുറത്ത് പ്രോഗ്രാം ആയിരിക്കും, അങ്ങനെ പോകുന്നാണല്ലോ കേട്ടേക്കുന്നത്. അത് ആ സമയത്ത് എനിക്ക് വീട്ടിൽ തന്നെ അതാണ് നല്ലതെന്ന് തോന്നുന്നു. എല്ലപ്പോഴും വീട്ടിലിങ്ങനെ എല്ലാവരും വരുമല്ലോ. അന്നത്തെ ദിവസം ഞങ്ങൾ ഫാമിലി എല്ലാവരും ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത് എല്ലാ വർഷവും. മീൻസ് എൻ്റെ ബ്രദേഴ്സും അമ്മയും കുട്ടികളും അങ്ങനെ അവരുടെ മോളുടെ വീട്ടുകാരും അങ്ങനെ എല്ലാവരും ഒന്നിച്ചാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഓണത്തിന് വീട്ടിൽ തന്നെ പോയിട്ടില്ലെങ്കിൽ അതൊരു മിസ്സിംഗ് ആണ് അല്ലേ? ആ ഒരു ദിവസത്തിന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യായിരിക്കുമല്ലോ. അതെ, വർഷത്തിൽ എല്ലാവരും കൂടെ കൂടുന്ന ഒരു ദിവസം കൂടിയാണല്ലോ. അപ്പൊ അത് മിസ് ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടാണല്ലോ അല്ലേ? ചേച്ചിക്ക് അങ്ങനെ പണ്ടത്തെ കാലങ്ങളിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഓണം എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ ഒക്കെ ഏജിലുള്ള ഒരു ഓണം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കളർഫുൾ ആയിട്ടുള്ള ഒരു ഓണമായിരിക്കും. ഇപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടി ഒരു ആർട്ടിഫിഷ്യൽ ആയി, അല്ലെങ്കിൽ നമ്മളെല്ലാവരും സിനിമയുടെ ടിവിയുടെ മുന്നിൽ തന്നെയാണ്. ഇപ്പൊ അതിനേക്കാൾ കളർഫുൾ ഒക്കെ തന്നെയാണ്. നമ്മൾ പ്രായമായപ്പോൾ നമ്മൾ കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി പോയോന്നും ഡൗട്ട്. അങ്ങനെയൊന്നുമില്ല, കുട്ടികളൊക്കെ അത് കളർഫുൾ ആയിട്ട് തന്നെ, ഓരോ കുട്ടികളും അവരുടെ ഓണം ഭയങ്കര കളർഫുൾ ആയിട്ട് തന്നെയാണ്. നമ്മൾ വലുതാകുന്നതനുസരിച്ച് നമ്മളതിന്റെ നിറം നമുക്ക് വേണമെങ്കിൽ അത് പറഞ്ഞ ഒന്നും കൂടെ ആക്കാം. നമ്മൾ സ്വയം ചിലപ്പോൾ ഡാർക്കിലേക്ക് പോണതായിരിക്കുള്ളൂ. നമ്മൾ തിരക്കുകളായിരിക്കും. ചെറുതായിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ അവർ ആ ഡ്രസ്സ് പിന്നെ പൂക്കൾ ആ ഒരു ലോകത്താണ് അവർ. നമ്മൾ വലിയ മുതിർന്ന ആൾക്കാരാകുമ്പോൾ ഇതൊക്കെ ഒപ്പിച്ച് കൊടുക്കാനുള്ള തിരക്കിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് വർണ്ണമൊക്കെ തന്നെയാണ്. നമ്മളെ മെന്റാലിറ്റി അനുസരിച്ച് അത് ചിലപ്പോൾ മാറിപ്പോണതായിരിക്കും. എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണ്. ചേച്ചിക്ക് കുറച്ച് സീരിയസ് ആയിട്ടാണോ എപ്പോഴും? ഞാൻ അങ്ങനെയാണല്ലേ? എനിക്ക് അങ്ങനെ തോന്നി. അതെന്താണെന്നറിയോ? അങ്ങനെയല്ല, നമുക്ക് നീലു എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മുടെയൊക്കെ മനസ്സിലാവും. അത് അത്ര സീരിയസ് അല്ലല്ലോ, എന്നാലും കുറെ കൂടെ കോമഡി. അതായത് നീലു സീരിയസ് ആയി പറയുന്ന കാര്യങ്ങളും കൂടെ നമുക്ക് കുറച്ച് കോമഡി ആയിട്ട് ഫീൽ ചെയ്യുമല്ലോ, ഇപ്പൊ ബാലുവിനോട് സംസാരിക്കുന്നതൊക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ പ്രേക്ഷകർ വീണ്ടും എനിക്ക് പറയാനോ അയ്യോ, എനിക്ക് ചേച്ചിയോട് സംസാരിക്കുമ്പോൾ ഏത് ടീച്ചറോടൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു ഫീൽ ആണോ? ചേച്ചി വീട്ടിൽ ഇതുപോലെ സ്ട്രിക്റ്റ് ആണോ? അങ്ങനെ ഇങ്ങനെയാണ് ക്യാരക്ടർ. ചേച്ചി സാധാരണ നമ്മൾ സിറ്റ്കോംസ് ഒക്കെ കാണുമ്പോഴത്തേക്കും ഇല്ലേ, അതായത് കുറച്ച് നാളുണ്ടാവും, അത് കഴിയുമ്പോഴത്തേക്ക് അത് വൈൻഡ് അപ്പ് ചെയ്ത് പോകും. ഇത് സീസൺ 3 ഒരു സിറ്റ്കോം വരുന്നത് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അല്ലേ? ഒരു സിറ്റ്കോമിന്റെ 3rd സീസൺ ഇറങ്ങുന്നത്. ഒന്ന് സ്റ്റോപ്പ് ചെയ്യണത് ഞങ്ങൾക്കൊന്ന് റിലാക്സേഷന് വേണ്ടിയിട്ടായിരിക്കും. ഞങ്ങൾ ചാനലിലൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ പോണല്ലേ വർഷങ്ങളായിട്ട്. അപ്പൊ മന്ത്ലി എത്ര ദിവസം കാണും? എങ്ങനെ പോയാലും ഞങ്ങൾക്ക് ആകെ 5 6 ദിവസം അവധി കിട്ടുള്ളൂ. ആകെ കംപ്ലീറ്റ് ദിവസം ഇവിടെ തന്നെ ഉണ്ട്. 16 ദിവസമാണ് ഒരു ഷെഡ്യൂൾ എന്ന് പറയണം. പക്ഷെ 16 ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു 5 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തുടങ്ങാണ്. അപ്പൊ അതുകൊണ്ട് ടൈം കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വരുമ്പോ ഒന്ന് മാനസികമായിട്ട് നമ്മളൊന്ന് റിലാക്സ് ആവണം അല്ലേ? ഓക്കെ, ചേച്ചിക്ക് കുറച്ചുകൂടി ഇഷ്ടം സിനിമ ചെയ്യാനാണോ? അങ്ങനെയൊന്നുമില്ല, അഭിനയിക്കാൻ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അഭിനയത്തിനോടാണ് ഇഷ്ടം. സീരിയലാണെങ്കിലും നമുക്ക് അഭിനയിക്കാൻ പറ്റുന്ന ക്യാരക്ടർ നല്ലതായിരിക്കും, അഭിനയിക്കുന്ന ക്യാരക്ടർ നല്ലതായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഫാമിലി ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ വീട്ടിലൊരു ഫാമിലി പോലെ തന്നെ ആയില്ലേ? ഇവിടുത്തെ പിള്ളേരൊക്കെ വളർന്നു, അവരുടെ വളർച്ചയ്ക്ക് ചേച്ചിയുടെ കൺമുന്നിലായിരുന്നു. അതെ, അവരൊക്കെ കുഞ്ഞതായിരിക്കുമ്പോൾ വന്നതാണ്. പിന്നെ ഇപ്പൊ എല്ലാ കുട്ടികളും പാറ ഉൾപ്പെടെ അവർ ജനിച്ച ഒരു 5 മാസമായി പോകുന്നതാണ്. എല്ലാവരും അങ്ങനെ കുറച്ച് ചെറുതായിരുന്നു, ഇപ്പൊ എല്ലാവരും വലിയ കുട്ടികളൊക്കെ ആയി. ഇപ്പോൾ സീരിയൽ ആണെങ്കിലും സിറ്റ്കോംസ് ആണെങ്കിലും നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആൾക്കാർക്കൊക്കെ മടുക്കും. ഇപ്പോൾ എല്ലാവർക്കും 30 സെക്കൻഡ്സ് റീൽസ് മതിയല്ലോ. ഈ 3 സീസൺ ഇറങ്ങിയിട്ടും റേറ്റിംഗിൽ ഈ ഒപ്പം മുളകും മുന്നിൽ തന്നെയാണ്. അതിൻ്റെ ഒരു സീക്രട്ട് എന്താ? അത് എനിക്ക് തോന്നുന്നു ഫാമിലി അല്ലേ, ഇതിനകത്ത് വേറെ കഥകളൊന്നും ഇല്ല, ഒരു വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഫാമിലിയെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. എല്ലാവരും അവരവരുടെ ഫാമിലിയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഉപ്പുമുളകും കാണുമ്പോൾ അത് മിസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അത് കുറച്ചും കൂടെ അവർക്ക് ആ നഷ്ടപ്പെട്ടു പോണ ആ ഫാമിലി ലൈഫ് തിരിച്ചു കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഉപ്പുമുളകും കാണുമ്പോഴാണ്. കാരണം എല്ലാവരും രാവിലെ ജോലിക്ക് പോകണു,
അത് കഴിഞ്ഞ് കുട്ടികൾ പഠിക്കാൻ പോകുന്നു, വൈകുന്നേരമാണ് വന്ന് കയറണം. അതിനിടയ്ക്കുള്ള സംഭവങ്ങളൊക്കെ ഉപ്പുമുളകിലാണ്. അപ്പോൾ ആ ഒരു പിന്നെ ആണെങ്കിൽ മിക്ക കുടുംബങ്ങളിലും ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും കുട്ടികളൊക്കെ എല്ലാവർക്കും വേണമെന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ തന്നെയാണ്. പക്ഷേ ഇതെല്ലാം കൂടി ഇപ്പോഴത്തെ ഒരു ജീവിതത്തിന്റെ ഒരു നെട്ടോട്ട പാശയിൽ ഇതൊന്നും അവർക്ക് സാധിക്കുന്നതല്ല. അപ്പോൾ ആ സന്തോഷമൊക്കെ ഇപ്പോഴും ആൾക്കാരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഉപ്പുമുളക് ആൾക്കാർ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു കുടുംബത്തിൻ്റെ പോസിറ്റീവാണ് ഏറ്റവും കൂടുതൽ ഉപ്പുമുളകുള്ളത്. ഒരു ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അച്ഛൻ, അമ്മായിയച്ഛൻ, അമ്മായിയമ്മ, അപ്പൂപ്പൻ, ഇതൊക്കെ എല്ലാവരും ഇപ്പോൾ കുറേ മിസ് ചെയ്യുന്നുണ്ട് തിരക്കിൻ്റെ ഇടയിൽ. അപ്പോൾ ഉപ്പുമുളക് കാണുമ്പോൾ അതൊക്കെ കുട്ടികളൊക്കെ അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത കുഞ്ഞു കുട്ടികളൊക്കെ ഇത് കാണുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൂപ്പൻ, അമ്മൂമ്മ, അച്ഛൻ്റെ അമ്മയുടെയും വഴക്ക്, അതിനിടയ്ക്ക് കുട്ടികൾ കയറുന്നത്, ഇതൊക്കെ അവർക്ക് മിസ് ചെയ്യുന്നത് ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എനിക്കോട് അതായിരിക്കും ഇപ്പോഴും എല്ലാവരും. പിന്നെ കുഞ്ഞു കുഞ്ഞു ഫാമിലിയിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അതൊക്കെ അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഈ പ്രോഗ്രാമിലൂടെ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. ബാക്കി ഇപ്പോൾ ഫാമിലി പ്രോഗ്രാംസ് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇതുപോലെ ഈ വീട്ടിൽ നടക്കുന്ന മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ. അത് മേടിച്ചില്ല, ഇത് മേടിച്ചില്ല, അത് ചെയ്തില്ല, ഇതൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും ദിവസം നടക്കുന്ന കാര്യങ്ങൾ. പോസിറ്റീവ് എനർജി കാണുമ്പോഴേ എല്ലാവർക്കും അവരായിട്ട് റിലേറ്റഡ് ആണിത്. അപ്പോൾ ഞാൻ കണ്ട എനിക്ക് നീലുവിൻ്റെ ഒരു ഇത് ഞാൻ ചിന്തിക്കും, അല്ലെങ്കിൽ ബാലുവിനെ കുറിച്ച് ചിന്തിക്കും, മക്കൾ ഇതല്ലേ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഇപ്പോഴും ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നത്. കോമ്പിനേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ബാലു നീലു കോംബോ അതെനിക്ക് തോന്നുന്നു ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു കോംബോ ആണ്. സിനിമകൾ കഴിഞ്ഞ സീരിയലുകളിൽ ഇങ്ങനത്തെ കോംബോസ് വരുന്നത് കുറച്ച് കുറവാണ് ഇപ്പോഴും. ഇപ്പൊ ചേച്ചി പുറത്തൊക്കെ പോകുമ്പോൾ ചോദിക്കാറുണ്ടോ ഇപ്പൊ ബാലു എന്തി അങ്ങനെയൊക്കെ ആളുകൾ? അതിപ്പോ ഞങ്ങൾ രണ്ടുപേരും പോയാലും ചോദിക്കലുണ്ട്. ഞാൻ എന്നെ കണ്ട ബാലു ഇല്ലെന്ന് ചോദിക്കും, ബാലുവിനെ കണ്ട നീലുവോടെ ചോദിക്കും. അത് രണ്ടുപേരും ഇപ്പൊ പുള്ളിയുടെ നാട്ടിൽ പോയാൽ പോലും ചോദിക്കും ഭാര്യ എന്തേന്ന് ചോദിക്കും. അതേ ഭാര്യ എന്ന് പറഞ്ഞാൽ അതല്ല മറ്റേ ഭാര്യ. അപ്പൊ അതിപ്പോ എല്ലാരും അങ്ങനെ അത് ശീലമായി. ഈ പ്രോഗ്രാമിന് പോകുമ്പോഴും നിങ്ങളുടെ ആ ഒരു കോംബോ അങ്ങനെ വിളിക്കാറുണ്ട്? ഇപ്പൊ ഒരാളെ വിളിച്ചാൽ മറ്റാളും വേണമെന്ന് എല്ലാരും പറയും. പൊതുവെ കൂടുതലും അങ്ങനെ തന്നെയാണ് വരാറുള്ളത്. ഇപ്പൊ ഫാമിലിയുടെ കാര്യം പറഞ്ഞത്, ഇവിടെ എല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു. അപ്പൊ മുടിയനെ കുറച്ച് നാളായിട്ട് മിസ് ചെയ്യുന്നില്ലേ? ചേച്ചിക്ക് ഉണ്ടോ മിസ്സിങ്? അല്ല, ഞങ്ങള് വിളിക്കലുണ്ട്, കാണലൊക്കെ ഉണ്ട്. അവന്റെ അമ്മയും ഞാനും ഒക്കെ എപ്പോഴും സംസാരിക്കലുണ്ട്, അവരുമായിട്ട് സംസാരിക്കലാണ്. ഇവിടെ കാണില്ലെങ്കിൽ നമ്മളെ സംസാരിക്കുന്നുണ്ട്. ചേച്ചിയുടെ മോക്ക് അഭിനയത്തിലേക്ക് വല്ല താല്പര്യം ഉണ്ടായിരുന്നോ? പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങനെ അഭിനയിക്കണോ, അത്രേ ഉള്ളൂ അല്ലേ? കാരണം ചേച്ചി ചെറുപ്പം മുതലേ ഓർമ്മ വെക്കുന്നത് ചേച്ചി അഭിനയിക്കാൻ പോകുന്നു, അമ്മ ഇങ്ങനെ സിനിമ തിരക്കിലാണ്, പിന്നെ കൂടെ പോകുമ്പോൾ ആളുകൾ തിരിച്ചറിയുന്നു. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഒരു മോക്കും എനിക്കും സിനിമയിൽ വരണം. അല്ല, അവര് പോണില്ല എന്നാണ് ഞാനും പോണ്ടെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്, പോണില്ലാന്ന് തന്നെ അവരും പറഞ്ഞിരുന്നത്. ഇപ്പൊ എല്ലാ കുട്ടികളും അഭിനയിക്കണല്ലോ. അപ്പൊ അവൾക്ക് തോന്നിയിട്ടുണ്ട്, വിളിച്ചപ്പോ അവള് പറഞ്ഞ എന്നാ പിന്നെ ഒന്ന് ജസ്റ്റ് നോക്കാം, അങ്ങനെ സിറ്റ്കോം തന്നെ ചെയ്യുന്നത്. ഓക്കെ. ധാരാളം സിനിമകൾ ചേച്ചി ചെയ്തിട്ടുണ്ട്, ക്യാരക്ടർ റോൾസ് ആണെങ്കിലും കുറെ ചെയ്തിട്ടുണ്ട്. ഏകദേശം എത്ര ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ടാവും? ഒരു 100 ആയിട്ടുണ്ടാവും അല്ലേ? എനിക്ക് തോന്നുന്നു അത്രയും ചിത്രങ്ങൾ ചെയ്തിട്ട് പോലും ഈ ഒരു നീലു എന്നുള്ള ക്യാരക്ടറാണ് ആളുകളുടെ മനസ്സിലേക്ക് റീച്ച് ചെയ്തത്, ഹിറ്റ് ചെയ്ത് കയറിയ ഒരു ക്യാരക്ടർ. അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ കുറെ നമുക്കൊന്ന് കര പിടിക്കണമെങ്കിൽ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ ചാടിക്കയറി പുറപ്പെട്ടാൽ ചിലപ്പോൾ നമുക്ക് എങ്ങും എത്താതെ പോകും. നമ്മൾ പതുക്കെ നമ്മളുടെ കഴിവിനെ പതുക്കെ വളർത്തിയെടുത്ത് വെയിറ്റ് ചെയ്ത് പതുക്കെ പോകുമ്പോൾ ഒരു പക്ഷേ നമുക്കൊരു സ്ഥാനം എവിടെയെങ്കിലും ഇങ്ങനെ നമ്മുടെ സ്ഥാനം അവിടെ ഇരിക്കേണ്ടാവും. അത് നമ്മളെ കയ്യിൽ കൊണ്ടുത്തരും. അങ്ങനെ കിട്ടിയതാണ് ഉപ്പുമുളക് കിട്ടിയത്. സത്യം പറഞ്ഞാൽ ഉപ്പുമുളക് എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ കരിയറിൽ തന്നെ ഒരു വലിയ ബ്രേക്കാണ് അല്ലേ? അതെ. നിഷ സാരംഗ് എന്നുള്ള പേര് അല്ലെങ്കിൽ നീലു എന്നുള്ള പേര് നമ്മുടെ മലയാളികളുടെ മനസ്സിൽ പതിപ്പിച്ച ഒരു പ്രോഗ്രാം കൂടിയാണ് ഉപ്പുമുളക്. ഈ ഉപ്പുമുളകിന്റെ അല്ലെങ്കിൽ സിറ്റ്കോമിന്റെ ഒക്കെ ഒരു ഷൂട്ട് വരുമ്പോഴേ നമ്മൾ ലൈവായിട്ട് അങ്ങ് സംസാരിക്കുമല്ലേ, അപ്പൊ സൗണ്ട് സിങ്ക് ചെയ്ത് അങ്ങ് പോകും. സിനിമയിലാകുമ്പോൾ അത് ഡബിങ് ആണ്, കുറച്ചുകൂടി ഈസി ചെയ്താ ചെയ്യാനായിട്ട്. സിറ്റ്കോം തന്നെയാണ് എനിക്ക് ഈസി, സിറ്റ്കോം തന്നെയാണ്. മറ്റേ പിന്നെ പോയി നമ്മൾ ഡബ് ചെയ്യണം, പിന്നെ ആ ഒരു നാച്ചുറൽ ഇത് നമുക്ക് ഡബ് ചെയ്യുമ്പോൾ കിട്ടണം എന്നില്ല, അത്രയും കിട്ടണമെന്നില്ല. കിട്ടുമായിരിക്കും എങ്കിൽ പോലും ഇത്രയും കിട്ടില്ല. ഓക്കെ, ഇതാകുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന പോലെ അങ്ങ് സംസാരിച്ച് പോകുമല്ലോ അല്ലേ? ഓക്കെ, എന്തായാലും ഈ ഒരു ഓണക്കാലത്ത് ചേച്ചീനെ കാണാൻ സാധിച്ചാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഈ ഒരു ഫാമിലിയുടെ ഒരു ഷോ ആണല്ലോ ഇത്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ഫാമിലിയിലുള്ള എല്ലാവരെയും കാണാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ എന്തായാലും കാണാൻ സാധിച്ചൊരു സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ഓണം ചേച്ചി. താങ്ക് യു.